വായിച്ചിട്ട് കുഞ്ഞെ അത്തിയെ നോക്കി വായിക്കാം. ഒരു ഉപമ പഠിപ്പീൻ. യെസ്, ഇന്ന് രാത്രി ശ്രദ്ധയോടെ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി. അതിന്റെ കൊമ്പിളതായി ഇസ്രായേൽ. അടുത്തത് ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എല്ലാ ദിവസവും പത്രവാർത്ത കാണും, ഇസ്രായേൽ തളർത്തു തളർത്തു തളർത്തു, ഇസ്രായേൽ അവൻ അടുക്കുമ്പോൾ വേനൽ അടുത്തു. അടുത്തത് അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അടുത്തത് അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരച്ചായൻ കർട്ടന് പിൻപിൽ നിൽക്കുക, 2 ബെല്ലൂടെ കഴിഞ്ഞ് അവൻ കയറി വരാൻ പോകുന്നു. അവന്റെ പേരാ പണ്ട് മാണിസാർ നിയമസഭയെ VS അച്യുതാനന്ദനായിട്ട് ബാർക്കോട് നടന്നപ്പോൾ ഒരു ചക്കളത്തിൽ പോരാട്ടം നടന്നു. മാണിസാർ ദിവംഗതനായ മരണപ്പെട്ട മാണിസാർ പറഞ്ഞു, സാർ അന്തിക്രിസ്തു വരുന്നു. അങ്ങനെ വല്ലവരും കേട്ടവരുണ്ടോ? നമ്മൾ ഈ വാർത്തയൊന്നും കാണത്തില്ല. വൈകിട്ട് കറുത്തമുത്ത് കണ്ടുകൊണ്ടിരിക്കുക, നല്ല കാര്യം. കർത്താവിൻ്റെ വരവിൽ മുഖം കറുത്തു പോകട്ടെ. സ്വോത്രം. മാണിസാർ പറഞ്ഞു ആന്റി ക്രൈസ്റ്റ് വരുന്നു, എന്തൊരു നല്ല കാലം. അവൻ അടുക്ക വാതിൽക്കൽ. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. ആകാശം ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ പുസ്തകം എടുത്ത് അമ്മാമ്മമാരും അച്ചായന്മാരും ദൈവദാസന്മാരും കുഞ്ഞുങ്ങളുമാരും ശവപ്പെട്ടിക്കകത്ത് കയറി ലോകെ ഞാൻ നോട്ടം തികച്ച് പാട്ട് കേട്ട് പോവത്തില്ലെന്ന്. അതിനു മുമ്പ് കർത്താവ് വരുമെന്ന്. സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഈ തലമുറ മരണം വഴിയായി ഒഴിഞ്ഞു പോകുകയില്ല. അടുത്ത വാക്ക് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമി, അതല്ലേ യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഒക്കെ വരുന്നത്. സ്വോത്രം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. പിന്നെ കർത്താവ് നാളെ വരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ പേരെന്താവും? കള്ളപ്രവാചകൻ. വായിച്ചാട്ട് മോള്. ആ നാളും നാഴികയെ സംഭവിച്ചു. വായിച്ചു. ആ നാളും നാഴികയെ സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ യേശുവിന് പോലും അറിയത്തില്ലെന്ന്. ആരും സ്വർഗത്തിലെ ദൂതന്മാരും കൂടെ വരുന്ന പുത്രനും കൂടെ അറിയുന്നില്ല. പുത്രനായ യേശു ക്രിസ്തു പോലും അറിയുന്നില്ല. അപ്പോഴാണ് സജുയാത്തൻ ഒരു നെയ്യാറ്റിൻകര എന്ന് പറയുക, 2025 യേശു വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കള്ളപ്രവാചകൻ. മിണ്ടുന്നില്ലല്ലോ? ആ നാളും നാഴികയെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ, ഇത് മലയാളിയെ ഉദ്ദേശിച്ചാണ് ഇത് കർത്താവ് ഇത് ചെയ്തത്. യേശു 2025 വരുമെന്ന് പറഞ്ഞാൽ കൊറ്റാമത്തെ നമ്മുടെ തോമാച്ചാൻ എന്തോ ചെയ്യും? ഒരു 2 മാസത്തിന് മുമ്പ് IPA ചർച്ച് വരും. ചന്ദ്രകുമാർ പാസ്റ്റർ ചാക്കിടും. ഞാൻ വചനം കേട്ട് കൃപയാൽ ഞാൻ രക്ഷ പ്രാപിക്കാൻ പോകും. പാസ്റ്റർക്കും വലിയ സന്തോഷം, ഒരു കുഞ്ഞാട് വന്നതല്ലേ. സ്വോത്രം. ഉടനെ എല്ലാവരും കൂടെ കൈവെക്കും. മറ്റൊരുത്തൻ്റെ രക്ഷയില്ല, കാര്യം റെഡി. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച സാക്ഷ്യം പറയും. 3-ാമത്തെ ആഴ്ച വെള്ളം ഇപ്പോൾ നിനക്ക് സ്നാനം ആവശ്യം, 1-ാമതായിട്ട് മുങ്ങും. 2 ആഴ്ച കഴിയുമ്പോൾ കർത്തൃമേശം കൊടുക്കും, കൈയടിക്കും, കർത്താവ് തൻ ഗംഭീരത അപ്പം കാകളം ധ്വനിക്കും. കൊണ്ടുപോയെല്ലാം പറ്റൂ. സ്വോത്രം. തോമാച്ചായൻ എത്ര വയസ്സുണ്ട്? 82 വയസ്സ്. 81.5 വയസ്സ് വരെ ബിവറേജസിനകത്ത് ക്യൂ നിന്ന് അമരവിളെ കൊട്ടേഷൻ നടത്തി സകല ഗുണ്ടായുസം നടത്തിയിട്ട് ഡേറ്റ് അനുസരിച്ച് അച്ചായ മുങ്ങിയ ക്ലിയർ ആകത്തില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മലയാളിയെ ഉദ്ദേശിച്ച് ആ നാളും നാഴികയെ സംബന്ധിച്ച് യേശുവിന് പോലും. അതുകൊണ്ട് ഇനി നെയ്യാറ്റിൻകരയോ പരശുവയ്ക്കലോ കാരക്കോണത്തോ മഞ്ചവിളാകത്തോ തൊഴുക്കലോ രാലുമൂട് എവിടെങ്കിലും ആരെങ്കിലും ഉദയംകുളങ്ങര വന്ന് ഇത്രാം തീയതി ഇത്ര സമയം യേശു വരുന്നെന്ന് പറഞ്ഞാൽ അപ്പോഴെഴുതിക്കോണം ഡേറ്റ് കുറിക്കുന്നത് കള്ളപ്രവാചകന്റെ പദ്ധതി. നാളും നാഴികയെ സംബന്ധിച്ച് യേശുവിന് അറിയത്തില്ല, പിതാവ് പറഞ്ഞിട്ടാ. പിന്നെ അന്നല്ല ഞങ്ങൾക്കറിയാവുന്ന. സ്വോത്രം. അതുകൊണ്ട് ഇത് വരവിൻ്റെ ലക്ഷണങ്ങൾ. 4 തലങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും അവന് കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. 1 യഹൂദന്റെ ലക്ഷണം, 2 എതിർക്രിസ്തുവിന്റെ ലക്ഷണം, 3 ആകാശം ഭൂമി മാറും പ്രപഞ്ച ലക്ഷണം, 4-ാമത്തെ ലക്ഷണം ഏകലോക മതം. ഇതിനാ കർത്താവിൻ്റെ വരവ്. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാ കോവിഡ്. ആരിതെല്ലാം സിസ്റ്റത്തെ ക്ലിയർ ചെയ്യും? ബൈബിളിനകത്ത് ഇന്ന് ലോക രാജ്യങ്ങൾ ഞെട്ടുന്നു. എന്താ ഞെട്ടുന്നത്? പെട്രോൾ വില ആര് നിയന്ത്രിക്കും? ശ്രീലങ്കയിൽ അരിയുടെ വില ആര് കൊടുക്കും? താണ്ട നേപ്പാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുന്നു, റഷ്യ ഉക്രൈൻ ആര് തീർക്കും? അത് കഴിഞ്ഞിട്ട് അറബ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ആര് തീർക്കും? നമ്മുടെ ബാങ്കിലിട്ട കാശെല്ലാം പൊട്ടിക്കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുവാൻ ഒരുവനെ ലോകം വിളിച്ചു കൊണ്ടുവരും. അവൻ്റെ പേരാ ഏക ലോകഭരണം, ന്യൂ വേൾഡ് ഓർഡർ. ഗുട്ടറാസിന് പറ്റുമോ? ബൈഡന് പറ്റുമോ? അത് കഴിഞ്ഞിട്ട് പുട്ടിന് പറ്റുമോ? ട്രംപിന് പറ്റുമോ? മോഡി സാറിന് പറ്റുമോ? തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ശ്രീ പിണറായി വിജയൻ സാറിന് കേരളത്തെ ഇവർക്ക് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഒരുവൻ കർട്ടൻ്റെ പിൻപിൽ നിന്ന് പറയും, ിക്കാമെങ്കിൽ നയബുദ്ധിയാൽ
അവൻ കാര്യം സാധിച്ചെടുക്കും. കോവിഡിൻ്റെ മറവിൽ. അതാ കോവിഡ് ഒരു ലക്ഷണം. ബൈബിളിനകത്തുണ്ടോ? കോവിഡ് ഉലകത്തിൽ വരും, കോവിഡിനുള്ള സംഭവങ്ങൾ വായിക്കാം. മത്തായി 24:21 യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട്. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിനും അട്ടയാളം. അങ്ങനെയെങ്കിൽ അവൻ അടുക്ക വാതിൽക്കൽ. ബൈബിളിനകത്ത് കോവിഡിനെ പറ്റി എഴുതിയിട്ടുണ്ടോ? വായിക്കാം. മത്തായി 24:21 കോവിഡിന്റെ മറവിലെ സംഭവങ്ങൾ. ലോകാരംഭം മുതൽ. വായിച്ചിട്ട് മക്കളെ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും. എന്നെക്കാൾ പ്രായം കൂടി അപ്പച്ചന്മാർ ഇവിടെ ഇരിക്കുന്നു. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. കിടക്കുന്ന എവന്റെ പേരാ മക്കളെ കോവിഡ്. പലരും പറയും നാളെ തീരുമെന്ന്. മാസ്ക് ഒന്നും എടുത്ത് കളയല്ലേ അമ്മാമ്മ, തീക്കകത്തിട്ട് ചുട്ട് കളയല്ലേ, ബാക്കി വരാൻ പോകുന്നതേ ഉള്ളൂ. സാനിറ്റൈസറൊക്കെ പല ചേച്ചിമാരും അടുപ്പി മണ്ണെണ്ണ പോലെ ഒഴിച്ചതാ, ഇനി അതങ്ങ് ഒഴിക്കരുത്. സ്വോത്രം. ഇതിപ്പോഴെങ്ങും തീരത്തില്ല. ഞാനൊക്കെ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് എത്ര പ്രസംഗിച്ചതാ. കോവിഡിൻ്റെ വൈറസ് എത്ര കാലം നിൽക്കും? ഇവിടുത്തെ ആരോഗ്യമന്ത്രി പറയും ഇന്ന് തീർന്നത്. ചുമ്മാതാ. 4.5 വർഷം ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുമെന്ന്. സന്തോഷം ഇല്ലല്ലോ. ജയൻ്റെ സിനിമയുടെ ഇടവേളയായിട്ടേ ഉള്ളൂ ഇതുവരെ. സ്വോത്രം. ഇനിയും കിടക്കുക 2 വർഷവും കൂടെ. സ്വോത്രം. 4.5 വർഷം. സംശയം തീർത്തു തരാം. ചില വ്യക്തികൾക്ക് ആർക്കും വരുതെന്ന് പ്രാർത്ഥിക്കുക. ക്യാൻസർ വരും. നമ്മൾ RCC കൊണ്ടുപോയി ഡയഗ്നൈസ് ചെയ്യും, കീമോ കൊടുക്കും, റേഡിയോ തെറാപ്പി, ചിലപ്പോൾ സർജറി ചെയ്ത് അവയവം മാറ്റും. അമ്മാവ പിന്നെ ചേട്ടൻ്റെ കൂടെ ബൈക്കിനകത്ത് കറങ്ങി നടക്കും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. സഭയിലും വരും. 4-5 വർഷം കഴിയുമ്പോൾ ശരീരത്തിൽ വേറൊരു ഭാഗത്ത് ഒരു കട്ടി പിന്നെയും വരുകരുത്. വല്ലവരും കേട്ടിരിക്കുക അങ്ങനെ? സ്വോത്രം. അപ്പം പറയത്തില്ല രോഗം തിരിച്ചു വന്നു. അതിൻ്റെ അർത്ഥം ഈ ക്യാൻസറിൻ്റെ അണു എന്തൊക്കെ ചെയ്താലും മനുഷ്യ ശരീരത്തിൽ കിടക്കുന്നത് പോലെ ചൈനയിൽ വുഹാൻ ലാബിൽ നിന്നിറങ്ങിയ വൈറസ് 4.5 വർഷം ഇത് അന്തരീക്ഷത്തിൽ കിടക്കും. അതുകൊണ്ടല്ലേ നമ്മൾ എത്ര സ്പ്രേ അടിച്ചിട്ട് സാനിറ്റൈസർ അടിച്ചിട്ട് പിന്നെ കാലാവസ്ഥ മാറുമ്പോൾ അപ്പൂപ്പൻ താടി പറക്കുന്നത് പോലെ നെയ്യാറ്റിൻകരയിലേക്ക് വരുന്നില്ലേ? ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം. ലോകം എത്ര 6000 കൊല്ലത്തെ ചരിത്രമാ ലോകം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഭൂമിക്ക് മീതെ ഇരുൾ, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി റിലേറ്റഡ് ടു ബൈബിൾ 6000 കൊല്ലം. ഉൽപ്പത്തി 1 പ്രപഞ്ചം, 2 മനുഷ്യൻ, 3 പാപം. ഈ 6000 കൊല്ലത്തിനിടയ്ക്ക് ലോകചരിത്രം ബൈബിളുമായിട്ട് നോക്കുമ്പോൾ മഹാവ്യാധികൾ ഓരോ 100 വർഷം ഓരോ മഹാവ്യാധി വരും. അതിൽ ആദ്യത്തെ 1800 ഒരു മഹാവ്യാധി വന്നു. അതിൻ്റെ പേര് പ്ലേഗ്. 10,000 പേരെ കൊന്നുകൊണ്ടുപോയി. അതിനുശേഷം 1917 3 സംഭവങ്ങൾ. ഇത് ചരിത്രം പഠിക്കുന്നവർക്കെല്ലാം അറിയാം. 1917 ഒരു സംഭവം വന്നു. എന്താ സംഭവം എന്നറിയാമോ? സ്പാനിഷ് ഫ്ലൂ 5.5 കോടി പേരെ കൊന്നു. വാക്സിൻ കണ്ടുപിടിച്ചു. 1917 കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട വർഷമാണ്. 1917 ഒരിടത്ത് മഹാവേദി, 2 ഇസ്രയേലിന് വേണ്ടി ഒരു ചെടി കുഴിച്ചു വെച്ചു. അതിൻ്റെ പേര് ബാൽഫോർഡ് ഡിക്ലറേഷൻ. ആർതർ ബാൽഫോർഡ്. അന്ന് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം റഷ്യയിൽ വന്നു. സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിയിട്ട് മാർക്സും ഏംഗൽസും ആദ്യത്തെ മുദ്രാവാക്യം ഉയർത്തി. 1917 ഇവിടുത്തെ CPM-കാർ സഹാക്കൾക്ക് പോലും അറിയത്തില്ല. അന്ന് അവർ വിളിച്ച മുദ്രാവാക്യമാ സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ. സ്വോത്രം. 1917 നമുക്ക് പോസ്റ്റ് ഒട്ടിക്കാനേ അറിയാവൂ. സ്വോത്രം. അന്നാണ് സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണം ലോകത്തിൽ വന്നത്. ഇതൊരു യുഗാന്ത്യ സംഭവം. അങ്ങനെയെങ്കിൽ 2019 ഒക്ടോബർ മാസത്തിൽ ചൈനയിൽ നിന്നിറങ്ങി ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം എന്നാളിലുണ്ടാകും. അതിൻ്റെ പേരാ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒമിക്രോൺ, നോവൽ കൊറോണ, COVID-19. അത് കഴിഞ്ഞിട്ട് ഡെൽറ്റ B.1.1.7 കെന്റ് വൈറസ് 6ാമത്തെ വകഭേ. എത്ര പേര് മരിച്ചു? 1.5 കോടി. അത് കഴിഞ്ഞിട്ട് അമേരിക്ക 9, ബ്രസീൽ 8, ഇന്ത്യ 7, കേരളം 68,000. ഗുഡ് ബൈ. ലോകാരംഭം മുതൽ. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് pestilence അല്ലെങ്കിൽ epidemic and pandemic situation coming. Such a pandemic is coming in the end. That means the prophecy of Daniel, അഥവാ ദാനിയേൽ പ്രവചനത്തിലും എഴുതിയിട്ടുണ്ട് കഷ്ടകാലം, വെളിപ്പാടിലും എഴുതിയിട്ടുണ്ട് കഷ്ടകാലം. യേശു പറഞ്ഞു ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം എന്നാളുണ്ടാകും. അങ്ങനെയെങ്കിൽ കോവിഡിൻ്റെ മറവിൽ 6 സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. എന്താ കോവിഡിൻ്റെ മറവിൽ? ഒന്നാമത്തെ സംഭവം ശ്രദ്ധയോടെ ഇരിക്കണം. മനുഷ്യൻ്റെ ഡേറ്റ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു. കണ്ടോ? ഇത് ഒന്നുകിൽ ITA ജംഗ്ഷൻ അല്ലെങ്കിൽ ധനുവച്ചപുരം, നെടിയാങ്കോട്, തൊട്ടപ്പുറത്ത് കൊറ്റാമത്ത് കയറാം. ഇവിടൊക്കെ കയറിയാൽ ഇവിടുന്ന് ഒരു രോഗിയെ നെയ്യാറ്റിൻകര നിംസ് അല്ലെങ്കിൽ തിരുവനന്തപുരം RCC ഏറ്റവും ഹൈ ട്രീറ്റ്മെൻറ്റ് ക്യാൻസർ അതിന് കൊണ്ടുപോയാൽ അവർ ആധാർ കാർഡ് എന്ന് പറയുന്ന ഒരു സാധനമേ അവർ ചോദിക്കുന്നില്ല.
അവർ അഡ്രസ്സ് ചോദിക്കും, കോണ്ടാക്ട് നമ്പർ ചോദിക്കും. അതിനുശേഷം എന്ത് ചോദിക്കും? അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ്. അവർക്ക് ആധാറും വേണ്ട, പാൻ കാർഡും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ കോവിഡിൻ്റെ മറവിൽ ഒരുവൻ ഭരിക്കണമെങ്കിൽ നമ്മുടെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിലെത്തണം. ഇത് നെയ്യാറ്റിൻകര മണ്ഡലമെങ്കിൽ ഇവിടുത്തെ MLA ശ്രീ ആൻസലൻ, അപ്പുറത്തെ പാറശാലയെങ്കിൽ ശ്രീ ഹരീന്ദ്രൻ, ഇവരെല്ലാം നമുക്കറിയാവുന്ന. ഇന്ന് രാത്രി ഏതുറക്കത്തിൽ വിളിച്ചാലും ശ്രീ ആൻസലിനോട് ചോദിക്കണം, നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് ചോദിച്ചാൽ മൊബൈലും എടുക്കണ്ട, കമ്പ്യൂട്ടറും എടുക്കണ്ട, അന്നേരേ പുള്ളി പറയും ഇത്ര വോട്ടർമാരെന്ന്. സന്തോഷമില്ലല്ലോ? തൊട്ടടുത്ത് ചെങ്കൽ പഞ്ചായത്ത് എത്ര വോട്ടർമാരുണ്ടെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയും. പാറശാലയിൽ ഹരീന്ദ്രൻ സാറിനോട് ചോദിക്കണം, സാറേ അപ്പുറത്ത് വെള്ളറുടെ പഞ്ചായത്തിലും ബ്ലോക്കിലും എത്ര വോട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കണ്ണടച്ചുകൊണ്ട് പറയും. എന്താ? മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റും പുള്ളിക്ക് ബൈ ഹാർട്ടാ. മിണ്ടുന്നില്ലല്ലോ? ഇന്നടത്ത് ഇന്ന ആളുണ്ട്, ഇത്ര പേരുണ്ടെന്ന്. അതുപോലെ ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ ഡേറ്റ മുഴുവൻ ഒരുവൻ്റെ കയ്യിലേക്ക് പോകണം. അതിനാധാരമായി വാക്സിൻ്റെ പിൻപിൽ മനുഷ്യൻ്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോയി. എവിടെ? ഇന്ത്യയിൽ ആധാർ, അത് കഴിഞ്ഞിട്ട് ദുബായിൽ എമിറേറ്റ്സ് ഐഡൻറ്റിറ്റി, അത് കഴിഞ്ഞിട്ട് അടുത്തത് എവിടെ ചെന്നെന്നറിയാമോ? അമേരിക്കൻ ഐഡൻറ്റിറ്റി, അത് കഴിഞ്ഞിട്ട് ഇസ്രയേലിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നറിയാമോ? പാസ്പോർട്ട് നമ്പർ. ഇതെല്ലാം എവിടെ ചെന്നു? ദാ കിടക്കുന്നു. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് എത്തണമെങ്കിൽ ഡേറ്റ മുഴുവന് ഒരു കമ്പ്യൂട്ടറിനകത്ത് എത്തണം. കാര്യം ഇവിടെ ഉള്ളവർ ഇനി ശ്രദ്ധിക്കണം. ഇവിടെ 3 വാക്സിനാണ് ഇന്ത്യയിൽ വന്നത്. 1 കോവാക്സിൻ, 2 കോവിഷീൽഡ്, 3 ആർക്കെങ്കിലും കിട്ടിക്കാണും റഷ്യയുടെ വാക്സിൻ സ്പുട്നിക്. ഇത്രയും വാക്സിൻ ഇവിടെ കിട്ടിയിട്ടുള്ളു. ഈ വാക്സിൻ എടുക്കാൻ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പോയി 2 രൂപ 5 രൂപ OP കാർഡ് എടുത്ത് ആർക്കെങ്കിലും വാക്സിൻ കിട്ടിയെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. OP കാർഡ് എടുത്ത് തരികയും ചെയ്യും. സിസ്റ്റർ വീട്ടിയിരിക്കും. സ്വത്രം. അങ്ങനെയെങ്കിൽ നെയ്യാറ്റിൻകര OP ടിക്കറ്റ് എടുത്താൽ കിട്ടത്തില്ല. പോകണം അക്ഷയ അല്ലെങ്കിൽ ജനസേവന. അവിടെ ചെന്നിട്ട് എന്തോ കൊടുക്കണം? വഴിയാധാരമായ ആധാർ അങ്ങോട്ട് ലിങ്ക് ചെയ്യണം. തീർന്നില്ല. ആധാർ ലിങ്ക് ചെയ്യുമ്പോൾ മൊബൈലിനകത്ത് മെസ്സേജ് വരും, ചിന്നമ്മ സിസ്റ്റർ സ്ലോട്ട് റെഡി, നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ വ്യാഴാഴ്ച 9:30 ചെല്ലണം. ആധാറും മൊബൈലും കാണിക്കണം, കൈ ഉയർത്തണം. കീ ഒറ്റ വാക്സിൻ, കോവാക്സിൻ, കോവിഷീൽഡ്. സന്തോഷമില്ലല്ലോ? ഇങ്ങനെ വാക്സിൻ എടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവരും ഇതെടുത്ത്. സ്വത്രം. വഴിയാധാരമായ ആധാറില്ലാതെ പോയി ആരെങ്കിലും വാക്സിൻ എടുത്തിട്ടുണ്ടോ? കിട്ടത്തില്ല. ഈ ഡേറ്റ എവിടെ? സ്വത്രം. ആധാറിനകത്ത് എത്ര കാര്യമുണ്ട്? അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം. ഇത് നിങ്ങളുടെ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എവിടെ ചെല്ലുന്നു? ഈ കമ്പ്യൂട്ടറിനകത്തുനിന്ന് നിങ്ങൾ അക്ഷയയിൽ രജിസ്റ്റർ ചെയ്ത് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ കൈ ഉയർത്തുമ്പോൾ ഈ ഡേറ്റ എവിടെ ചെല്ലുന്നു? എയിംസ് ന്യൂഡൽഹി. 2 പ്രധാനമന്ത്രിയുടെ ഓഫീസ്. അതിനകത്ത് 14 ഇഞ്ച് കമ്പ്യൂട്ടറിനകത്ത് ആരൊക്കെ വാക്സിൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതെവിടെ ചെല്ലുന്നു? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ആന്റണി ഫൗച്ചി. അത് കഴിഞ്ഞിട്ട് എവിടെ ചെല്ലുന്നു? UN ജനറൽ സെക്രട്ടറിയുടെ കമ്പ്യൂട്ടറിനകത്ത് ചെല്ലുന്നു. മനുഷ്യൻ്റെ വിവരം മുഴുവനും ആധാറിൻ്റെ മറവിൽ. വാക്സിൻ്റെ വില എത്ര? 1000, 1100. ഒരു ക്യാൻസറിൻ്റെ കീമോയുടെ 60,000 വിലയാണ്. അവർക്ക് ഒരു ഡേറ്റയും വേണ്ട. കൈ കാണിച്ച് കൗണ്ട് എടുത്ത് അപ്പം മരുന്ന് പമ്പ് ചെയ്യുമെങ്കിൽ ബൈബിൾ എത്ര ക്ലിയർ. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടത്തിൻ്റെ നിറവിൽ മനുഷ്യൻ്റെ ഡേറ്റ മുഴുവനും ഒരു കമ്പ്യൂട്ടറിനകത്ത് ചെല്ലുന്നു. അന്ത്യകാലം ലോകം ഒരുവൻ ഭരിക്കാതെയായി. അതുകൊണ്ടല്ലയോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സുപ്രഭാതത്തിൽ ഡൽഹി ചെന്നിട്ട് മേരാ ബായിയോ ബഹനോ നാഗരികോ 100 കരോട് ആദ്മി വാക്സിൻ ലേ ലിയ. 100 കോടി ആൾ വാക്സിൻ എടുത്തെന്ന്. സ്വത്രം. പലരും കണ്ടായിരുന്നു ടെലിവിഷനകത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നത്. സ്വത്രം. അദ്ദേഹം നെയ്യാറ്റിൻകര വന്നോ, ആനപ്പാറ ആശുപത്രിയിൽ പോയോ, അല്ലെ പാറശാല പോയോ, തൈക്കാട് പോയോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയോ വാക്സിൻ്റെ കണക്കറിയാൻ? ഇല്ല. നമ്മൾ ഇവിടെ നെയ്യാറ്റിൻകരയും ധനുവച്ചപുരത്തും അക്ഷയക്കകത്ത് കൈവച്ച് ആധാറിനകത്ത് ലിങ്ക് ചെയ്ത് മൊബൈലിനകത്ത് സ്ലോട്ട് ഇവിടെ അടിക്കുമ്പോൾ നമ്മുടെ പേര് വിവരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കമ്പ്യൂട്ടറിൽ UNAയിലും എത്തുന്നെങ്കിൽ ഇന്ന് രാത്രി BSNLകാർ ധനുവച്ചപുരത്ത് ട്യൂൺ കൊടുക്കുന്നു. BSNL ട്യൂൺ മൊബൈൽ അടിച്ചാൽ കിട്ടിയില്ല. ഇന്ത്യ ഈസ് ഗോയിങ് 170 crores people ടേക്ക് ഇറ്റ് വാക്സിൻ. മൊബൈലിനകത്ത് ഇതാര് പറഞ്ഞു കൊടുത്തു? ലോകം ഒരുവന്റെ കയ്യിലേക്ക് ഒരു കമ്പ്യൂട്ടറിൽ പോകുന്നതിന് വേണ്ടി മനുഷ്യനെ മുഴുവൻ ഒരക്കൗണ്ടിൽ കൊണ്ടുവരുക. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ കോവിഡിന്റെ മറവിൽ മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2000 കൊല്ലങ്ങൾക്കും ഒലിവുന്നവലയുടെ നെറുകയും എൻ്റെ യേശു പ്രവചനം നിവർത്തിയായി അവൻ അടുക്ക വാതിൽക്കലായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ സിംഹാസനത്തിനകത്തിരിക്കുന്നതിന് മുമ്പ് മറ്റൊരുവൻ നമുക്ക് വേണ്ടി മധ്യാകാശത്തിൽ വെളിപ്പെടും. ആരോ? കാത്തിരിക്കുന്ന തൻ്റെ ദൈവമക്കൾ
മക്കളെ ചേർക്കുക. 10,000 പേര് സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറ്. ഇന്ന് രാത്രി ധനുവച്ചപുരമേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. കോവിഡിന്റെ മറവിൽ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടി ലോകം ഒരുവന്റെ കയ്യിലേക്ക്, അതിന്റെ പേരാ ന്യൂ വേൾഡ് ഓർഡർ. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടാത്ത വലിയ കഷ്ടം. രണ്ടാമത്തെ സംഭവം എന്താ? രണ്ടാമത്തെ സംഭവം കോവിഡിന്റെ മറവിൽ കേട്ടു. 65 വയസ്സുള്ളവർ വീട്ടിൽ നിന്ന് വിളിക്കിറങ്ങരുത്. ആ സമയത്ത് ദാ കിടക്കുന്ന രണ്ടാമത്തെ സംഭവം, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദാ പോയിരിക്കുന്നു. ആരെക്കാണ്ടു? നമ്മുടെ പ്രധാനമന്ത്രി മോഡി സാറിനെ കണ്ടില്ലേ? ഇതിന്റെ പേരാ G20 ഉച്ചകോടി. നാളെ ഞാൻ ബാക്കി പറഞ്ഞു തരാം. മോഡി സാറിനെ കണ്ടിട്ട് പറയുക, മാർപ്പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നരേന്ദ്രമോദി അങ്ങ് യഥാർത്ഥ പിതാവാണെന്ന്. എന്തോ ഒരു സന്തോഷം. സ്വോത്രം. തെളിവ് വേണേ ആർക്കും തരാ. കോവിഡിന്റെ മറവിൽ ദാ കിടക്കുന്നു ഒരു വ്യക്തി ലോകത്തെ നിയന്ത്രിക്കുന്നു. വെളിപ്പാട് 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. ഒന്നാം മൃഗം സമുദ്രം. തീർന്നില്ല. രണ്ടാം മൃഗത്തിന്റെ പേരാ. രണ്ടാമതൊരു മൃഗം, വെളിപ്പാട് 13:11. അതിനകത്ത് എഴുതിയിരിക്കുന്നു, രണ്ടാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ള കൊമ്പ്. അതാ ഇന്നത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ ജോലി വചനം മാത്രമല്ല, ഇന്ന് രാഷ്ട്രീയത്തിൽ കൈകടത്തുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ? റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞ് യുദ്ധം വേണ്ട. അദ്ദേഹം അടുത്ത വാക്ക് പറയുന്നു, ആഗോള താപനം. ഈ കോവിഡ് കാലത്ത് അദ്ദേഹം പറയുന്നു ചൂട് കുറയ്ക്കണം. കണ്ടു, ചരിത്രം പിറന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. മുഴുവൻ തെളിവ് ആർക്ക് വേണേലും തരാം. കോവിഡിന്റെ മറവിൽ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഇറാഖിലേക്ക് പോയി. എന്തിനു വേണ്ടി? ഇറാഖിൽ ഇന്നൊരു മാള് വരുന്നു. അതിന്റെ പേരാ ട്രേഡ് ബാബിലോൺ. ധനുവച്ചപുരത്തും നെയ്യാറ്റിൻകരയിൽ നിങ്ങൾ നീതി മാവേലി കണ്ടിട്ടുണ്ട്. ഇതിന്റെ മെയിൻ മാൾ എവിടെ ഉണ്ടെന്നറിയാം? തിരുവനന്തപുരത്ത് വള്ളക്കടവിലാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് വരാൻ പോകുന്ന റിലയൻസ്, ആദിത്യ, മോർമോർ, പെൻഡലൂൺ, വാൾമാർട്ട്, ലൂലു, ഇതിന്റെ എല്ലാം തലമാൾ ഇന്ന് ഇറാഖിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരാ മഹദിയ ബാബിലോൺ, ട്രേഡ് ബാബിലോൺ. അതിന് കൈയൊടുക്കാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് നജബിലും ഇർബിയിലും ഷിയ നേതാവിനെ കൈയൊടുക്കാൻ പോയി. ആര്? മോഡി സാർ. ഇതാണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. ഏകലോക മതം. 65 വയസ്സുള്ളവർ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത് കണ്ടോ, കോവിഡിന്റെ മറവിൽ സിസ്റ്റമെല്ലാം മാറുന്നു. ദാനിക്കുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. കൂടെ ഇരിക്കുന്നത് ആര്? കേരളത്തിലെ ഇന്ത്യയിലെ ആത്മീയ നേതാവ് മാതാ അമൃതാനന്ദമയി. അന്ത്യകാലം കോവിഡിന്റെ മറവിൽ ഏകലോക മതം. അടുത്തത് കണ്ടില്ലേ? ഇതായിരിക്കുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. കൂടെ ഇരിക്കുന്നത് ആരാണെന്നറിയാമോ? ഏതാ? തുർക്കിയിലെ ഇമാം. 2 പേരുടെ പള്ളിക്കകത്ത് നിസ്കാരം. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്, അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുതെന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്ന് ആരുമായി പ്രൈസ്തലോട് കൊടുക്കുന്നതെന്നറിയാമോ? തുർക്കിയിലെ ഇമാമുമായി പ്രൈസ്തലോട് കൊടുക്കുന്നു. അന്ത്യകാലം, ന്യൂ വേൾഡ് ഓർഡർ, ഏകലോകമതം. തീർന്നില്ല. സഹോദരന്മാർ ദുഃഖിക്കണ്ട. ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ, അദ്ദേഹവും കാലം ചെയ്യുന്നതിന് മുമ്പ് വത്തിക്കാനിൽ പോയി ഞങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കാം, ന്യൂ വേൾഡ് റിലീജിയൻ. തീർന്നില്ല. സിറിൽ ബസേലിയോസ്, കത്തോലിക്ക സഭയുടെ വേറൊരു ബിഷപ്പ്, മാർപ്പാപ്പയുമായി കൈ കൊടുക്കുന്നു. അന്ത്യകാലം. തീർന്നില്ല. അടുത്തത് എന്തിനീ രംഗപ്രവേശം നടത്തുന്നറിയാമോ? കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ. കേൾക്കണേ, അദ്ദേഹം ഗൾഫ് രാജ്യത്തെത്തി, അബുദാബിയിൽ. രാജകീയം, ഊഷ്മള. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നമ്മൾ അബ്രഹാമിൻ്റെ മക്കള് എല്ലാവരും ഒരുമിക്കണമെന്ന്. എത്ര ക്ലിയർ! അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ നെടിയാങ്കോട് ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദുബായിലോ അബുദാബിയിലോ സൗദി അറേബ്യയിലോ ഉണ്ടോ, ഇന്ന് രാത്രി പറയണം. അവിടെ ഒരാലയം വരുന്നുണ്ട്, ഒരു കോമ്പൗണ്ടിനകത്ത്. എന്താ? അബ്രഹാമിൻ്റെ മക്കൾ 3 മകങ്ങളിലും ഒന്ന് ആരാ? കെദൂറയുടെ മക്കളായ അറബികളും യേശാവിൻ്റെ സന്തതികളായി മുന്നോട്ട് വരുന്ന മുസ്ലിം സഹോദരങ്ങൾ. തീർന്നില്ല. പിന്നുള്ളതിൽ ക്രൈസ്തവരും. ഇത് 3 ഒരൊറ്റ കുടുംബത്തിൽ നിന്ന്. അതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം പറയും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ബൈബിൾ പ്രവചനം. അങ്ങനെയെങ്കിൽ ഈ 3 തലമുറ, ക്രൈസ്തവർ, യഹൂദൻ, ഇസ്ലാം, ഇവർക്ക് 3 പേർക്കും വേണ്ടി ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അബുദാബി ഐലൻഡിനകത്ത് ഒരേ കൊടക്കീഴിൽ 3 ദേവാലയങ്ങൾ. ഇത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ കയ്യൊപ്പോടുകൂടി
എന്തിനാ ഇത് പണിയുന്നത്? തൃശ്ശൂർ പൂരം നടക്കുന്നതിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും. അബുദാബിയിൽ ഇത് കത്തോലിക്ക സഭയുടെ കയ്യൊപ്പോട് കൂടി ഇത് പണിയുന്നെങ്കിൽ താമസമിന ആന്റി ക്രൈസ്റ്റ് വന്നിട്ട് ജെറുസലേമിനകത്തെ യഹൂദന് വേണ്ടി ദേവാലയം പണിയുവാൻ വഴിത്താരകൾ ഒരുക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ അബുദാബിയിൽ സാമ്പിൾ ദേവാലയം പണിഞ്ഞ് അവർ ലോകത്തിന് നഗച്ചിത്രം വരയ്ക്കുമ്പോൾ യെരുശലേമിനകത്ത് യഹൂദന് വേണ്ടി ഒരു ദേവാലയം ഒരുക്കിയിട്ട് അതിനകത്ത് പ്രാർത്ഥനയും യാഗവും ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നൊരു ദേവാലയം മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ആ ദേവാലയത്തിന്റെ പേര് പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന് ആരംഭിക്കപ്പെട്ട സഭയാം ദേവാലയം. ഇന്ന് രാത്രി 2 ദേവാലയങ്ങൾ ലോകത്തിൽ കാണത്തില്ല. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇതിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിനു മുമ്പ് കാന്തയാകുന്ന മണവാട്ടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കോവിഡിന്റെ മറവിൽ നടക്കുന്ന സംഭവങ്ങൾ എല്ലാവരും 1 ഗ്രാം വൈറസിനെ അടിച്ച് അതിനുശേഷം വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാര്യം മനസ്സിലാകുന്നില്ല. അടുത്തത് കേട്ടോ, ഇനി കേട്ടോണം. മത ഏകീകരണത്തിനായി ലോക നേതാക്കൾ ഒരുമിച്ചു. സംശയമുണ്ട് ഈ നോട്ട് ആർക്കും തരാം. ആരൊക്കെയാ? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, കൂടെ നിൽക്കുന്ന മാതാ അമൃതാനന്ദമയി, പിന്നെ സ്വാമി പ്രകാശാനന്ദ, ഇവിടുത്തെ കർദീനാളമാർ, ആർച്ച് ബിഷപ്പ് തൂങ്കുഴി, പൂങ്കുഴി, പടയാറ്റിൽ ഭൂമി വിറ്റ ബിഷപ്പ് എല്ലാം ദാ നിൽക്കുന്നു. സ്വോത്രം. ഇതിനകത്ത് അക്കമിട്ട് ഞാൻ നോക്കി, പെന്തിക്കോസുകാരെ ആരെയും കാണുന്നില്ല. സ്വോത്രം. അപ്പം നമുക്ക് പിടികിട്ടി എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. CSIയുടെ ബിഷപ്പ് വരെ പോകാൻ പോവാ. ഇനി ആകെ പെന്തിക്കോസുകാർ. ഞങ്ങൾ പോകാത്ത എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ഇതുവരെ ഓഫർ വന്നിട്ടില്ല. എപ്പോൾ കവർ വരുന്നു അപ്പം ഞങ്ങളും അവിടെ ചെല്ലും. അന്ന് കർത്താവ് മടങ്ങി വരും. ദാ കിടക്കുന്നു സ്വോത്രം. അന്ന് രാത്രി കർത്താവ് മടങ്ങി വരും. മുഴുവൻ തെളിവ് കോവിഡിന്റെ മറവിൽ ഏകലോക മതം, കോവിഡിന്റെ മറവിൽ ഡേറ്റ. 3ാമത്തെ സംഭവം, കോവിഡിന്റെ മറവിൽ വരുന്നു കർഷക സമരം. കേട്ടില്ലേ? എത്ര പേരാ ഇവിടെ മരിച്ചത്? ഡൽഹിക്കകത്ത് ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഒരു സമരം ആരംഭിച്ചു. അതിൻ്റെ പേര് കർഷക സമരം. ഈ സമരം എവിടെ തുടങ്ങി? ഇതാ പണിമുടക്ക് തുടങ്ങി. എവിടെ തുടങ്ങി? 2009. എവിടെ ഈ സമരം തുടങ്ങിയത്? സമരം തുടങ്ങുന്നത് അമേരിക്ക. ജനം റോഡിലിറങ്ങി 48 മണിക്കൂർ. അതാ മാർച്ച് 28, 29 അതിനെ പിൻപറ്റിയ 48 മണിക്കൂർ ഇവിടെ പണിമുടക്ക് വന്ന് തുടങ്ങിയത് എവിടെ? അമേരിക്കയിൽ. ആ സമരം എവിടെ പോയെന്നറിയാമോ? നേരെ ബ്രിട്ടനിൽ വന്നു. ആൾക്കാർ റോഡിലിറങ്ങി ശമ്പളം കൂട്ടാൻ. ആ സമരം വീണ്ടും എവിടെ വന്നെന്നറിയാമോ? ചൈനയിൽ ടിയാമൻ സ്ക്വയർ. അത് കഴിഞ്ഞ് ഗൾഫിൽ തൊഴിലാളികൾ റോഡിൽ ഇറങ്ങി, മലയാളികളും തമിഴന്മാരും ഇറങ്ങി. സ്വോത്ര ഷേഖിനോട് ശമ്പളം തരാൻ പറഞ്ഞു, ആറുപിടത്തില്ലെന്ന് പറഞ്ഞു. സ്വോത്ര. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ഒരപ്പച്ചൻ വിസിലടിച്ചു. പേര് വല്ലവർക്കും അറിയാമോ? അണ്ണാ ഹസാരെ. അന്ന് സഹോദരിമാർക്ക് ഇഷ്ടമല്ലാത്തൊരു പാർട്ടി ഉണ്ടായി. അതിൻ്റെ പേര് ചൂല് പാർട്ടി. ആപ്പേ മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ആ പാർട്ടിയെ സഹോദരിമാർക്ക് ഇഷ്ടമാണോ? വേണ്ട. ചൂല് കൊണ്ട് തൂക്കാൻ വയ്യ. അമ്മാമ ഇടയ്ക്കിടയ്ക്ക് തൂക്കും, കൊളസ്ട്രോൾ അങ്ങ് പോവും. സ്വോത്രം. അതിനൊന്ന് മെഷീൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. തൂക്കാൻ പറ്റുമെന്ന് സഹോദരിമാർക്ക്. അന്നൊരു അപ്പച്ചൻ വിസിലടിച്ച് അണ്ണാ ഹസാരെ. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ബിരുദം നേടിയത് കൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ പഠിക്കും. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ്, അദ്ദേഹം എഴുതിയിരിക്കുക, 72 മണിക്കൂർ ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ ഞാൻ വായിച്ചു, ഇനി പ്രാർത്ഥനയ്ക്ക് പോയോ അല്ലെ എവിടെയെങ്കിലും ഉത്സവ സ്ഥലത്ത് പോയോ? അപ്പോൾ പുള്ളി പറയാ, ഒരപ്പച്ചൻ വിസിലടിച്ച് എൻ്റെ ഉറക്കം പോയെന്ന്. അണ്ണാ ഹസാരെ. ആ സമരം എവിടെ വന്നു? ജനങ്ങൾ ഇളകിയില്ലേ? കേരളത്തിലോട്ട് വന്നില്ലേ? എന്താ കേരളത്തിലെ സമരം? ഇരുന്ന് സമരം, നിലവിളി സമരം, കിടന്ന സമരം. അതിന് നല്ലൊരു സംഘടന ഉണ്ടായിരുന്നു ഇവിടെ, VSDP. ഇപ്പം അവരുടെ സമരം ഒന്നും കാണുന്നില്ല. സ്വോത്രം. സഹോദരന്മാർ എവിടെ പോയോന്നറിയാൻ വയ്യ. സ്വോത്രം. ചിലരൊക്കെ പറയുന്ന ഏതാണ്ടൊക്കെ തടഞ്ഞിപ്പോൾ കാണാനേ ഇല്ല. സ്വോത്രം. കണ്ടില്ല? ഇരുന്ന് സമരം, കിടന്ന് സമരം, നിലവിളി സമരം. പിന്നെ അച്ഛന്മാർ വേറെ സമരം. പാസ്റ്റർമാരും മോശമല്ല. പാറശാല റോഡി ഇടയ സംഗമം, ആട് സംഗമം. പിന്നെ കർത്താവ് വരാതിരിക്കുമോ? സ്വോത്രം. എല്ലാത്തിൻ്റെയും ദൈവം ഒതുക്കും. സ്വോത്രം. കണ്ടില്ലേ? സകല എണ്ണവും റോഡിനകത്തിളകി. അതിൻ്റെ നടുവിൽ ഇടുക്കി പോകണം. പെമ്പിളൈ ഒരുമൈ. രാജാക്കാടൻ, രാജകുമാരി, സേനാപതി, തൊട്ടിക്കാനം. ഞാൻ കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. ഈ ചിലരെ കാണുന്ന എനിക്ക് വലിയ താല്പര്യമാണ്. ഞാൻ സഖാവ് ഗോമതി ഒന്ന് കാണാൻ പോയി. സിസ്റ്ററോട് ചോദിച്ച്, എങ്ങനെ നിങ്ങൾ 3000 പെമ്പിള്ളാരെ റോഡിൽ ഇറക്കിയെന്ന്. സ്വോത്രം. അപ്പോൾ എന്നോട് പറയാം, പാസ്റ്റർ എതുക്കിട്ട് പേസാതെ ഞാൻ ഒരു മിസ് കോൾ അടിച്ച 6000 കുളന്ത ഇங்கே ഇറങ്ങുമെന്ന്. സ്വോത്രം. 6000 ഞാൻ ഇറക്കുമെന്ന്. സ്വോത്രം. രാഷ്ട്രീയക്കാർ വേണ്ടാന്ന്. സ്വോത്രം. പെമ്പിളை ഒരുമൈ. അതിൻ്റെ നടുവിൽ ഡൽഹിയിൽ ഇപ്പോൾ കർഷക സമരം. കോവിഡിൽ 2020 നവംബർ മുതൽ 2021 കഴിഞ്ഞ നവംബർ വരെ ജനം റോഡിലിളകിയില്ലേ? ആരവരെ ഇളക്കി? ഹരിയാന, ലഖീംപൂർ, മധുര, അത് കഴിഞ്ഞിട്ട് പിന്നെ UP, പഞ്ചാബ് എല്ലാം ഇറക്കിയില്ലേ? സ്വോത്രം. അപ്പം ഡൽഹിയിൽ ഒരു സംഭവം നടന്നു.
ഇന്ന് ഡൽഹി ഭരിക്കുന്ന ആരാ? കേജ്രിവാൾ. സ്വോത്രം. സമരം വന്ന പഞ്ചാബിയക്ക് നമ്മുടെ ഇവിടുത്തെ നാരായണൻ ചേട്ടൻ റേഷൻ കടയിൽ അന്യ സംസ്ഥാന തൊഴിലാളിക്ക് രാത്രി ചാക്കും കൊടുക്കും, മണ്ണെണ്ണയും കൊടുക്കും. സ്വോത്രം. അത് കേജ്രിവാൾ എന്തോ ഇത് പഞ്ചാബിയൊക്കെ ഇച്ചിരി വെള്ളവും മണ്ണെണ്ണയൊക്കെ കൊടുത്ത് സർദാരന്മാർ പറഞ്ഞ് ആത്മീയ അച്ഛ എന്ന്. സ്വോത്രം. അതുകൊണ്ടല്ലേ പഞ്ചാബി ഇപ്പം തെരഞ്ഞെടുത്തപ്പോൾ ആര് ജയിച്ച്? ദിൽവാലെ ദുൽഹനിയ ലേജായിക. മണ്ണും ചാരി ഇരുന്നവൻ പെണ്ണും കൊണ്ടുപോയി. സ്വോത്രം. കോൺഗ്രസും പോയി, BJP പോയി. സ്വോത്രം. രാഷ്ട്രീയക്കാർ മൊത്തം പോയി. ഇവിടുത്തെ നേതാക്കന്മാർക്കും ചങ്കുവേദന തുടങ്ങിയിരിക്കുക. സ്വോത്രം. ആപ്പുകാരൻ പറഞ്ഞ് ഞങ്ങൾ കേരളത്തിൽ നോട്ടം ഇടാൻ പോകുമെന്ന്. സ്വോത്രം. ഇവിടെയും പോവുക. സ്വോത്രം. കേജ്രിവാൾ വാളുമായിട്ട് ഇറങ്ങിയിരിക്കുക. സാധാരണ പുള്ളിയല്ല. മോഡി സാറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പിട്ട് കേജ്രിവാൾ പറഞ്ഞ് ഡൽഹി 3 ദിവസം വണ്ടി ഓടിയാൽ മതിയെന്ന്. സ്വോത്രം. അവൻ്റെ പേരിൽ തന്നെ ഒരു വാള. സ്വോത്രം. ഗുജറാത്തും കേരളവും പുള്ളി നോട്ടം ഇടുകയെന്ന് വിദ്യാഭ്യാസം ഉണ്ടെന്ന്. സ്വോത്രം. നമ്മുടെ നേതാക്കന്മാർക്ക് ഒരു ചങ്കുവേദന. സ്വോത്രം. കണ്ടില്ലേ ജനം കർഷക സമരം? ആരൊരു കൂടാരത്തിൻ്റെ കീഴിൽ മലയാളി, ഹിന്ദിക്കാരൻ, തമിഴ്നാട്ടുകാരൻ, പഞ്ചാബുകാരൻ, സകലരും ആയിരക്കണക്കിന് പേർ ജനം റോഡിനകത്തിളകി. കോവിഡ് കാലത്ത് ഹരിയാന, ലഖീംപൂർ, സിംഗു, അംബാല, മധുര. കോവിഡ് കാലത്ത് 3ാമത്തെ സംഭവം. നമ്പർ 1 ഡേറ്റ ഒരുവന്റെ കയ്യിലേക്ക് പോയി. നമ്പർ 2 കോവിഡ് കാലത്ത് മതങ്ങൾ ഒരുമിക്കുന്നു. നമ്പർ 3 കർഷകർ സമരം നടത്തുന്നു. നമ്പർ 4 ഭരണകൂടങ്ങൾ തകരുന്നു. താലിബാൻ. എന്താ ഇന്ന് രാത്രി നിങ്ങൾ കുഞ്ഞു വായിക്കുമ്പോൾ കേട്ടോണം. 2009 ഒരു മുദ്രാവാക്യം. അതിൻ്റെ പേര് അറബ് വസന്തം. കേട്ടോണം. എന്താ അറബ് വസന്തം? ആഫ്രിക്കയുടെ വടക്കേറ്റം ടുണീഷ്യ. ആ ടുണീഷ്യക്കകത്ത് ഒരു പ്രശ്നമുണ്ടായി. ഭരണത്തെ തള്ളി. സാമ്പിൾ വെടിക്കെട്ട്. ടുണീഷ്യ, അൾജീരിയ അത് മതിൽ കടന്നു. ലെബനോൻ കേണൽ ഗദ്ദാഫിയെ കൊന്നു. ഈജിപ്റ്റ് ഹോസ്നി മുബാറക്ക് ജയിൽ. സിറിയ ബാഷർ കത്തുന്നു. അത് കഴിഞ്ഞ് ജോർദാൻ ഹുസൈൻ രാജാവ് കരയുന്നു. ആ ഭരണകൂടത്തിന്റെ തകർച്ച എവിടെ വന്നെന്നറിയാമോ? ലോകം മുഴുവൻ വന്നു. കൊടുങ്കാറ്റിന് മുമ്പ് ഒരു ശാന്തത. സൗദി അറേബ്യയിൽ പള്ളിയിൽ ബോംബ് പൊട്ടി. ബഹറിനിൽ എഴുതി വെച്ചിരിക്കുന്നു ഷേഖിനെ വേണ്ട. കുവൈറ്റിൽ എഴുതി വെക്കുന്ന ഷേഖ് നോ നീഡ് ഷേഖ് സഭാ ഫാമിലി. കൊടുങ്കാറ്റിന് മുമ്പ് ഒരു ശാന്തതയാ. പക്ഷേ കൊടുങ്കാറ്റ് കഴിഞ്ഞു കോവിഡിൽ ദാ കിടക്കുന്ന അഫ്ഗാൻ. ആരാ അഫ്ഗാൻ? 20 വർഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനെ കയ്യിൽ കൊണ്ടു നടന്നത്. അമേരിക്കക്കാരൻ്റെ കാശില്ല. എനിക്ക് ചെമ്പൂരോ വെള്ളറുടെയോ ആനപ്പാറയോ മണ്ണാത്തിപ്പാറയിലോ 10 ഏക്കർ തോട്ടമുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും വിള കിട്ടിയില്ലേലും വേണ്ടിയല്ല, എൻ്റെ മക്കളെങ്കിലും അവിടെ അനുഭവിച്ചോളൂ എന്ന്. സ്വോത്രം. ഞാൻ വിൽക്കുവോ? വിൽക്കത്തില്ല. അങ്ങനെയെങ്കിൽ അമേരിക്ക എന്തിനാ എവിടെ കളഞ്ഞിട്ട് പോയ? അഫ്ഗാനെ കളഞ്ഞിട്ട് പോയ. കൈ ചക്രമില്ല ധനുവച്ചപുരംകാർ. നാളെ ഞാൻ ബാക്കി പറയാം. അമേരിക്ക തീരാൻ പോവുക. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ആരുടെ കയ്യിലിരിക്കുന്നു? താലിബാൻ. ഈ താലിബാൻ ആരുടെ കയ്യിലേക്ക് പോയി? അന്തിമ യുദ്ധത്തിലേക്ക് പോന്നു. അതിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ഇന്ന് രാത്രി ബൈബിളിലേക്ക് ഞാൻ വരാൻ പോകും. കോവിഡിൻ്റെ മറവിൽ ആയിരങ്ങൾ ഇവിടെ മരിച്ചു വീഴുമ്പോൾ ഒരു റോഡ് റെഡിയാവുന്നു. അന്തിമ യുദ്ധം. അതാ ക്രിക്കറ്റ് സ്റ്റാർട്ടിങ്. 1 അഫ്ഗാൻ വീണില്ലേ? 2 പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ ക്ലീൻ ഔട്ട് ആയില്ലേ? 3 ലങ്ക കത്തുന്നില്ലേ? 4 ഇനി നിങ്ങൾ കാണാൻ പോകുന്ന നേപ്പാള്. അത് കഴിഞ്ഞ് മലേഷ്യ തീരുക. ഈ റോഡ് കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാ ഇറാൻ. അവിടുത്തെ പ്രധാനമന്ത്രി വളരെ ദിവസത്തിനകം പോവും ലോകത്ത് നിന്ന്. അത് കഴിഞ്ഞാൽ ഇറാഖ്. ഇറാഖിൻ്റെ അപ്പുറത്തൊരു നദിയുണ്ട്. ബൈബിൾ പഠിക്കുന്നവര് അതിൻ്റെ പേരാ യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ചരിത്രവും കൂടെ പഠിക്കണം. അതിൻ്റെ അപ്പുറത്തൊരു പട്ടണമുണ്ട്. അവൻ്റെ പേരാ തുർക്കി. അവിടുത്തെ ഇന്നത്തെ പ്രസിഡന്റിന്റെ പേരാ തൊയ്ബ് എർദോഗൻ. ഹാഗിയ സോഫിയ പള്ളി പിടിച്ചവൻ. അവിടെ നിന്നൊരു മതിലുണ്ട്. നെയ്യാറ്റിൻകരന്ന് കളിക്കാവിളയും കയറാം. പാറശാല വഴി ചൂടാല് കയറുന്നത് പോലെ ഒരു മധുര. സിറിയയും ഈജിപ്റ്റ്. ആ റോഡിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. കോവിഡിൻ്റെ മറവിൽ നാട്ടുകാരൊന്ന് കേട്ടാട്ട്. നമ്മളിവിടെ വാക്സിനും എടുത്ത് കിറ്റും എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ലോകം ഇവിടെ അസ്തമിക്കാറായി, തീരാറായി. അങ്ങനെയെങ്കിൽ ചൈനയുടെ സിൽക്ക് പാത വരുമോ? ഇതാ ബൈബിളിൻ്റെ തനിമ. ഇതാ ബൈബിളിൻ്റെ നൈർമല്യത. ആസാമിനകത്ത് മോഡി സാർ 5 കിലോമീറ്റർ പാലം ഉദ്ഘാടനം ചെയ്തു. ബോഗിബീൽ. ചൈനയ്ക്കകത്ത് കിലോമീറ്റർ കണക്കിനകത്ത് കടൽപ്പാലം. എന്തിനു വേണ്ടി? സഭ എടുക്കപ്പെട്ടാൽ ഒരു അന്തിമ യുദ്ധത്തിന് വേണ്ടി ഒരു പാത കോവിഡിന്റെ മറവിൽ നടക്കുന്നു. അതിന്റെ പേരാ താലിബാൻ സ്റ്റാർട്ടിങ്. അന്ത്യകാലത്തിലേക്ക് റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ ഒരു അന്തിമ യുദ്ധം നടക്കുക. പാതയാ ചൈനയുടെ സിൽക്ക് കോറിഡോർ. വായിക്കോ. ബൈബിളിനകത്ത് ഒരു അന്തിമ യുദ്ധത്തിൽ ഈ പാത വരുമോ? യെശയ്യാ പ്രവചനം. ബൈബിൾ ഉള്ളവർ അന്ത്യകാലം നോക്കിക്കോണേ. ബൈബിൾ എടുത്തോണം. യെശയ്യാ പ്രവചനം
19-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിച്ചാട്ട് മക്കളെ. യെശയ്യാ പ്രവചനം 19, 23, 24 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശ്ശൂരിലേക്ക്, മിസ്രയീം അതിന്റെ പേരാ ഈജിപ്റ്റ്, അശൂര്, സിറിയ. വായിച്ചാട്ടെ. ഒരു പെരുവഴി ഉണ്ടാകും. ഒരു പെരുവഴി ഉണ്ടാക്കും. അമ്മാമ അച്ചായ ബൈബിൾ എടുത്തോണം. സ്വോത്രം. ഇത് കാനാവിലെ കല്യാണമല്ല, ആ പെരുവഴിയാ. ചൈനയുടെ സിൽക്ക് പാത. അത് എവിടെ ചെല്ലുമെന്ന് അടുത്ത വായിര് ഇസ്രായേലിലേക്ക്. വായിര് മക്കളെ. അശ്ശൂര്യർ മിസ്രയീമിലേക്കും, അശൂര്യർ മിസ്രൈമിലേക്ക്, സിറിയക്കാരൻ മിസ്രൈമിലേക്ക്. അടുത്തത് മിസ്രയീമ്യർ അശ്ശൂരിലേക്കും ചെല്ലും. അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ അടിക്കാൻ പറ്റിയ റോഡാ ചൈനയുടെ സിൽക്ക് പാത. അടി എപ്പ നടക്കും? വായിച്ചാട്ട്. അടുത്തത് മിസ്രയീമ്യർ അശ്ശൂര്യരോട് കൂടെ ആരാധന കഴിക്കും. അടുത്തത് അത് എവിടെ? ഇസ്രായേലിലേക്ക്. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അന്നാളിൽ ഇസ്രായേൽ, അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. അതുകൊണ്ടല്ലേ മോഡി സാർ പറഞ്ഞ എനിക്ക് ഇസ്രായേൽ മതി. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് ഭൂമിയുടെ മധ്യേ അവനൊരു അനുഗ്രഹമായിരിക്കും. പാകിസ്ഥാനെ അടിക്കാൻ ഏത് മിസൈലാണ് ഉപയോഗിക്കുന്നത്? തിരുവനന്തപുരത്ത് പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മിലിറ്ററി ക്യാമ്പ്. കേട്ടവരെന്ന് കൈ ഉയർത്തിയിട്ട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുന്ന സ്വോത്രം. അവിടെ നിൽക്കുന്ന ഹിന്ദിക്കാരനോട് ഇന്ന് രാത്രി ചെന്ന് ചോദിക്കണം, ഭായ് ഇസ്ക അന്തർ കിസ്ക ബന്ദൂക്ക് എന്ന് ചോദിച്ചാൽ അവൻ പറയും ഇതർ ബന്ദൂക്ക് കിസ്ക ഇസ്രയേൽക്കാകെ. അതിന്റെ പേരാ ടൈവർ ടാർ 21. ബാലാക്കോട്ടിനകത്ത് പാകിസ്ഥാന്റെ മണ്ടക്കടിച്ച സാധനം ഇസ്രയേലിന്റെ. സ്വോത്രം എന്ന് പറഞ്ഞാൽ തീർന്നില്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ രാവും പകലും. സ്വോത്രം. എന്താ ഇന്ന് പ്ലെയിൻ ഇറങ്ങുന്ന കണ്ടിട്ടില്ലേ? ചിന്നമ്മ സിസ്റ്റർ മത്തി വെട്ടുമ്പോ കാക്ക പറക്കുന്ന പോലെ തിരുവനന്തപുരത്ത് പ്ലെയിൻ ഇറങ്ങുന്നത്. സ്വോത്രം. വല്ലവരും കേട്ടിട്ടുണ്ടോ? പണ്ട് കാറ്റടിക്കുമ്പോൾ പ്ലെയിൻ ചെന്നൈക്ക് തിരിച്ചു വിട്ടു, നെടുമ്പാശ്ശേരിക്ക് തിരിച്ചു വിട്ടു. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ വിമാനം തിരിച്ചു വിടുന്നു. നിങ്ങൾ കൈയൊന്നും ഉയർത്തുന്നില്ല. കാര്യം എന്താ? ഇന്ന് തിരുവനന്തപുരത്ത് ചാക്ക അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ റൺവേ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ ടെക്നോളജിയാ. പോർന്നില്ലേ? അവനൊരു അനുഗ്രഹമായി തീർന്നു. പണ്ട് ഞാൻ വഴിനീളം പ്രസംഗിച്ചു, രാജംപാസ്റ്റർ ചെന്നിലോട്ടും മഞ്ചവിളാകത്തും എല്ലാം പ്രസംഗിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ഇസ്രയേൽ ചോർത്തിയെന്ന് അന്ന് ഇവിടുത്തെ പെന്തിക്കോസിലെ വീരന്മാരിട്ടു ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു. സ്വോത്രം. സ്വോത്രം. ഞാനിത് പറയാൻ എനിക്ക് വിവരം തരുന്നൊരു ചെറുപ്പക്കാരുണ്ട്, പേര് ഞാൻ പറയത്തില്ല, ഇസ്രായേലിലെ അക്കൗണ്ടൻ്റാ. അവൻ 2 ദിവസം കൂടുമ്പോൾ എന്നോട് സംസാരിക്കും. അന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു, സാറേ ദാ ഇസ്രായേലിലൊരു വാർത്ത, പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ചോർത്തിയെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു, മോനെ ഇപ്പം തന്നെ കുഴപ്പം പിടിച്ച സന്ദേശങ്ങളാണ് പറയുന്നത്. സാറ് ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. ഈ കോവിഡ് വരുന്നതിന് പെട്ട് വഴി നീള ഇസ്രായേലിൻ്റെ ചരിത്രം പ്രസംഗിച്ചിട്ട് ഇന്ത്യ ഇസ്രായേലും ഒക്കെ ഒരുമിക്കുമെന്ന് ഇവിടെ ഇത് അയാൾ വരും, ബെഞ്ചമിൻ നെതന്യാഹു വരും, ബായി ബായി എന്ന് പറയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയങ്കയുടെ വാട്സപ്പ് ഇസ്രായേൽ ചോർത്തിയെന്ന്. അതിനിവിടുത്തെ CSI-ക്കാരെല്ലാം അവർ പാവങ്ങൾ, ECI-ക്കാരൻ്റെ സുഹൃത്തുക്കൾ, സാൽവേഷൻ ആർമിക്കാർ പ്രസംഗിക്കുന്നത്, TPM-ലുള്ളവരും വളരെ സ്നേഹിതർ. അവരാരുമല്ല. പെന്തിക്കോസുകാർ പറഞ്ഞ് എന്തെന്നറിയോ? എൻ്റെ തലയ്ക്ക് എന്തോ നട്ടിളകിയെന്ന്. സ്വോത്രം. ഞാനൊന്നും മിണ്ടിയില്ല. സ്വോത്രം. ഇപ്പം കണ്ടില്ലേ ഒരു ചോർത്തൽ വന്ന് പെഗാസസ്. കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ. പെഗാസസ് എന്ന് പറഞ്ഞ്. സ്വോത്രം. ആരെയൊക്കെ ചോർത്തി? മൊബൈൽ. ആരുടെ ചോർത്തി? പത്രപ്രവർത്തകന്റെ ചോർത്തി, വീട്ടിൽ ഇരിക്കുന്നവന്റെ ചോർത്തി, രാഷ്ട്രീയക്കാരുടെ ചോർത്തി. ഇന്ത്യൻ പാർലമെന്റ് കത്തുന്നു. ആരാ? മോഡി സാറ്, അമിത്ഷായും കോടിക്കണക്കിന് രൂപ മൊബൈൽ നമ്പർ ഇസ്രായേലിലേക്ക് കൊടുത്തിട്ട് ജഡ്ജി സംസാരിക്കുന്നത്, മുഖ്യമന്ത്രി സംസാരിക്കുന്നത്, രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് ചോർത്തുന്നെന്ന്. സ്വോത്രം. ചിന്നമാമ അവറാച്ചാന്റെ വാട്സപ്പ് ചോർത്തുന്ന പോലെ ഇസ്രായേൽ ചോർത്തുന്നെന്ന്. സ്വോത്രം. ഇതിന്റെ ആദ്യമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ചോർത്തിയത്. അതാ ഇന്ന് കുഞ്ഞ് വായിച്ചത്. അന്ത്യകാലത്ത് ലോകത്തിന്റെ ഇടയ്ക്ക് അവൻ ഒരു അനുഗ്രഹമായി മാറും. സ്വോത്രം. അവനില്ലാതെ ലോകം ചലിക്കത്തില്ല. സ്വോത്രം. അടുത്ത ആഴ്ച നിങ്ങൾക്ക് കാണാം, ഇസ്രായേലിലെ പ്രധാനമന്ത്രി വരുമ്പോൾ മോഡി സാർ വീട്ടിലല്ല ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. സ്വോത്രം. അവനില്ലേ നടക്കത്തില്ല. ആരിത് പറയണം? ഇന്ത്യയിൽ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു, മേജർ രവി. വല്ലോ ബാങ്ക് യുദ്ധം 44 പട്ടാളക്കാരെ ഇന്ത്യക്കാരൻ കശാപ്പ് ചെയ്ത. ചൈന ആരാ? റെഡിയാക്കും. അന്ന് ലോകരാജ്യങ്ങളൊന്നും ഇന്ത്യയെ സഹായിക്കാനില്ല. ഇസ്രയേൽ തൻ്റെ ഇടത്തോടെ പറഞ്ഞ് ചൈനയോട്, ഇന്ത്യയോട് കളിച്ചാൽ വിവരമറിയും, ഞങ്ങളുടെ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടപ്പോട്ട് ചൈനയെ റെഡിയാക്കുമെന്ന്. സ്വോത്രം. അല്ലേ ചൈനയുടെ 44 പട്ടാളക്കാരെ കൊന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറും അമിത്ഷായും കറങ്ങി നടക്കുമോ? പിൻപിൽ ഒരു കൈയുണ്ട്. അതാ ഇസ്രയേലിന്റെ കൈ. അതാ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു പറഞ്ഞു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിന് അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അത്തിയാകുന്ന യഹൂദൻ തളിർക്കണം. തിരുവനന്തപുരംകാർ കാണണം. കോവളത്തിനടുത്ത് വെള്ളാറിലോട്ട് പോകുന്നിടത്ത് നിങ്ങളുടെ ആധാറിന്റെ സോഫ്റ്റ്വെയർ മുഴുവൻ വെച്ചിരിക്കുന്നത് അത് മുഴുവൻ ഇസ്രയേലിന്റെ ടെക്നോളജിയാണ്. ഇന്ന് രാത്രി അത്തി തളിർത്തു കൊമ്പിളതായി ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളുടെ സാറ്റലൈറ്റ് വഴി ഫോൺ ഊറ്റുന്നത് പോലെ ഇന്നത്തെ പെഗാസസും വന്നെങ്കിൽ അന്ത്യ
കാലത്ത് ദാ വരാൻ പോകുന്നു ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു അന്തിമ പാത. സ്റ്റാർട്ടിംഗ് വെടിക്കെട്ട് തുടങ്ങിക്കിടന്നു. താലിബാൻ വീണെങ്കിൽ അവന്റെ അധികാരം എവിടൊക്കെ കിട്ടി? ഒരന്തിമ യുദ്ധത്തിലേക്ക് ലോകം പോകാൻ പോകുന്നു. വായിക്കാം വെളിപ്പാട് 13:7. അവൻ അടുക്ക വാതിൽക്കൽ. വായിച്ചാട്ടെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അവരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. എവിടെയൊക്കെ കിട്ടി അമ്മാമേ? അടുത്തത് സകല ഗോത്രത്തിന്മേലും. നമ്മുടെ ഡേറ്റ മുഴുവൻ കോവിഡിന്റെ മറവിൽ കൊണ്ടുപോയില്ലയോ? അടുത്തത് വംശത്തിന്മേലും. കർഷക സമരത്തി എല്ലാത്തിനും റോഡിലിളക്കിയില്ലയോ? അടുത്തത് ഭാഷമേലും. മലയാളിക്കും എല്ലാവർക്കും കോവിഡ് രോഗം വന്ന് എല്ലാവരും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുത്തിയില്ലയോ? അടുത്തത് ജാതിമേലും. മതം, ഏകലോക മതത്തിന് കത്തോലിക്ക സഭാധ്യക്ഷ എല്ലാ മതക്കാരെയും കൂട്ടിയില്ലയോ? അടുത്തത് അധികാരം ലഭിച്ചു. 4 ഘടകങ്ങളിൽ കോവിഡിന്റെ മറവിൽ അവൻ അധികാരം ലഭിച്ചു. നമ്പർ 1 ഡേറ്റ ഇസ് ഗോയിങ് ഓൺ സെർവർ. നമ്പർ 2 ഫാർമേഴ്സ് സ്ട്രൈക്ക് ഇൻ പഞ്ചാബ്. നമ്പർ 3 ന്യൂ വേൾഡ് റിലീജിയൻ കം ടു കത്തോലിക്ക കരിസ്മ. നമ്പർ 4 ദ സിൽക്ക് കോറിഡോർ, ചൈനയുടെ പാത. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീട്, ഉപദേശി പട്ടുപോകുമെന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു ഒലിവുമലയുടെ നെറുകയിൽ പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിയായെങ്കിൽ ഇന്ന് രാത്രി വചനം അകത്തളത്തിൽ ജ്വലിക്കുന്ന ദൈവമക്കൾ പറയൂ, വരുവാനുള്ളവൻ വരും, താമസമേറെയില്ല. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാര്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രാജാക്കന്മാരുടെ രാജാവായി മധ്യാകാശത്തിൽ വെളിപ്പെടാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.